നമസ്കാരം. ശ്രീവിജനിലേക്ക് സ്വാഗതം. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ വിശുദ്ധമായ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വാർഷിക ക്ഷേത്രോത്സവത്തെക്കുറിച്ച് പൊതുജന ബോധവൽക്കരണം ലക്ഷ്യമാക്കി ഉത്സവ കമ്മിറ്റി ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചു. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജേഷ്, സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു എന്നിവരെ പരിചയപ്പെടുത്തി. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിന്റെ ദിനംപ്രതി നടക്കുന്ന ആഘോഷങ്ങൾ, ഉത്സവ പരിപാടികൾ, മൊത്തത്തിലുള്ള ഒരുക്കങ്ങൾ എന്നിവയെക്കുറിച്ച് സംയുക്തമായി മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകി. ശ്രീ കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം 2025 ജനുവരി 5 ആരംഭിച്ച് ജനുവരി 14 സമാപിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി അറിയിച്ചു. 10 ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഈ മഹോത്സവത്തിൽ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾ, പ്രത്യേക പൂജകൾ, ദീപാരാധനകൾ, ആത്മീയത നിറഞ്ഞ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾപ്പെടും. ദിനംപ്രതി നടക്കുന്ന ചടങ്ങുകളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശദമായ ക്രമപട്ടിക പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് അവതരിപ്പിച്ചു. മഹോത്സവം ഭക്തിപൂർവവും ശാസ്ത്രീയവും ക്രമബദ്ധവുമായ രീതിയിൽ നടത്തുന്നതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കമ്മിറ്റിയും അറിയിച്ചു. മകരവിളക്ക് ദിനങ്ങളിൽ വലിയ തോതിൽ ഭക്തജന സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതിനാൽ സുരക്ഷ, ശുചിത്വം, ഗതാഗത നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുന്നതിന് വിവിധ വകുപ്പുകളുമായി ഉത്സവ കമ്മിറ്റി ഏകോപനം നടത്തിയിട്ടുണ്ട്. ഉത്സവം സുഗമവും സമാധാനപരവുമായ രീതിയിൽ നടത്തുന്നതിനായി നിയമസംരക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായി അറിയിച്ചു. ഉത്സവ കാലയളവിൽ, പ്രത്യേകിച്ച് തിരക്കേറിയ ദിവസങ്ങളിൽ, നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ശാസനയും ശാന്തതയും നിലനിർത്തുകയും ചെയ്ത് ഭക്തജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് ഉത്സവ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ഇത്തരത്തിലുള്ള സഹകരണം മഹോത്സവത്തെ എല്ലാവർക്കും സുരക്ഷിതവും ആത്മീയമായി സമൃദ്ധവുമായ അനുഭവമാക്കാൻ സഹായിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. ചടയമംഗലത്തിന്റെ സമൃദ്ധമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകം ഉയർത്തിക്കാട്ടുന്ന വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പരമ്പരാഗതത്തിന്റെയും ആത്മീയ ഐക്യത്തിന്റെയും മഹത്തായ ആഘോഷമായി മകരവിളക്ക് മഹോത്സവം മാറുമെന്ന് ഉത്സവ കമ്മിറ്റി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബഹുമാന്യനായ മനോരമ പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ശ്രീ ഗോപൻ, മീഡിയാസ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പ്രബുദ്ധരെ, ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബാബു, സുരേഷ് ബാബു, ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ബിനോജ്, നമ്മുടെ നാടിന്റെ ദേശീയ ഉത്സവമാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം. ഈ ദേശീയ ഉത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ നാടിൽ നിന്ന് ഭാരതത്തിനകത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ച് പോയിട്ടുള്ളവരും ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ ജോലി ചെയ്യുന്നവരുമൊക്കെ തിരുവോണ നാളിൽ വീട്ടിൽ എത്തി കുടുംബക്കാരോടൊക്കെ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും ഈ ഉത്സവത്തിന് പ്രാധാന്യം കൊടുത്ത് ഉത്സവ ലഹരിയിൽ ആറാടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ ഉത്സവ കാലഘട്ടം. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ ഉത്സവം നാളെ ജനുവരി 5 ആരംഭിക്കുകയാണ്. 14-ാം തീയതി അവസാനിക്കുകയാണ്. ശബരിമലയുടെ രൂപവും ഭാവവുമുള്ള ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ്. ശബരിമലയിൽ എന്ന പോലെ തന്നെ ഇരുമുടിക്കെട്ടുമായി 18-ാം പടിയെട്ടി സായുജ്യമടയുന്ന അപൂർവം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം. പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം എഴുന്നള്ളത്ത് നടത്തുന്നത് പോലെ ചടയമംഗലത്തെ പിള്ളവീടെന്ന് പറയുന്ന പ്രമുഖ കുടുംബവുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയും നടത്തുന്നു. തിരുവാഭരണം കണ്ടു തൊഴുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലും ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിലും എത്തിച്ചേരുന്നവർ. ഈ നാടിന്റെ
പരിപൂർണമായ ഐശ്വര്യമായി, ഈ നാടിന്റെ മതേതരത്വത്തിന്റെ പര്യായമായി, മത സൗഹാർദ്ദത്തിന്റെ പര്യായമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി അബാലവൃദ്ധ ജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എല്ലാവരുടെയും ഇന്നാട്ടിലെ വിവിധ വിഭാഗം ജനങ്ങളുടെയും മർച്ചന്റ്സ് ആൻഡ് വ്യാപാരി വ്യവസായികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും യുവജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരുടെയും അതോടൊപ്പം തന്നെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അധികാരികളുടെയും അതിലെ തൊഴിലാളികളുടെയും അതിലെ പ്രവർത്തകരുടെയും പരിപൂർണമായ സഹകരണം ഉള്ളത് കൊണ്ടാണ് ഈ ഉത്സവത്തെ പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്ക് കഴിയുന്നത്. എല്ലാവരുടെയും പരിപൂർണമായ, ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഉത്സവ സംബന്ധമായ വസ്തുതകൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കുന്ന മീഡിയാസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉത്സവത്തെ കുറിച്ച് സംസാരിക്കുന്നതായി. നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഉത്സവം. അതുപോലെ ആ തരത്തില് നമ്മുടെ പ്രാദേശിക തലത്തില് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂടിച്ചേരലിന്റെ ഒരു ഭാഗമാണ്. മറ്റുള്ള ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ശബരിമല ക്ഷേത്രത്തിൽ എന്തൊക്കെയാണോ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നത് അതേ നിലയിലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ പമ്പവിളക്കുണ്ട്, അതുപോലെ തന്നെ പടിപൂജ, അതുപോലെ 18-ാം പടി ചവിട്ട്, അതുപോലെ തന്നെ അവസാന ദിവസം തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പമുള്ള പേട്ടതുള്ളൽ, ഇതുപോലെ എല്ലാ സംഗതികളും അതുമായിട്ട് ബന്ധപ്പെട്ട് അതേ രീതിയിൽ. ഇതിനൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഏത് പ്രായക്കാരുള്ള സ്ത്രീകൾക്കും ഇവിടെ 18-ാം പടിയിലൂടെ അല്ലാതെ കയറി തൊഴാൻ സാധിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 18-ാം പടി ഓട്ടണമെങ്കിൽ ശബരിമലയിൽ അതേ ആചാരാനുഷ്ഠാന പ്രകാരമാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ ഈ ഉത്സവത്തിന് നാളെ 5/1/2026 5:30 മണിക്കാണ് ഉത്സവം സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് സമാരംഭിക്കുന്നത്. ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആ സാംസ്കാരിക ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ദേവസ്വം കമ്മീഷണർ, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള ശ്രീ ബി സുനിൽകുമാർ അവരാണ്. അതിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാതാരമായിട്ടുള്ള ശ്രീമതി മല്ലിക സുകുമാരനാണ്. പിന്നെ ചടയമംഗലത്തെ സാംസ്കാരിക രംഗത്തുള്ള പ്രബുദ്ധരും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 10-ാം തീയതി ആണ് പടിപൂജ. പടിപൂജയും തുടർന്ന് പൂമൂടൽ അതുപോലുള്ള ചടങ്ങുകൾ നടക്കുന്നു. അതുപോലെ കഥകളി 8-ാം തീയതി കഥകളി, 9-ാം തീയതി വംശം എന്നുള്ള നാടകം അവതരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ 11-ാം തീയതി ഏകം മ്യൂസിക് ബാൻഡിന്റെ ഗാനമേള. അതുപോലെ തന്നെ 12-ാം തീയതി മ്യൂസിക് നൈറ്റ്സ് വ്യാപാരി വ്യവസായികൾ നടത്തുന്ന മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 18-ാം തീയതി 13-ാം തീയതി ലൈവ് മ്യൂസിക് ഷോ. അതില് പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ പങ്കെടുക്കുന്ന പരിപാടി. ഈ നിലയിലുള്ള അവസാന ദിവസം 14-ാം തീയതി തിരുവാഭരണ ഘോഷയാത്രയും അതുപോലെ തന്നെ
പേട്ടതുള്ളലും കൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ സാംസ്കാരിക നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ അതിനുശേഷം സമൂഹ തിരുവാതിര ഉണ്ടാവും. അതുകൂടിയാണ് നാളത്തെ പരിപാടി അവസാനിക്കുന്നത്. അപ്പൊ ഈ നിലയിൽ എല്ലാ ദിവസവും അതുപോലെ 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അന്നദാനം. അപ്പൊ ഈ നിലയിൽ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഉത്സവത്തിനുള്ള എല്ലാ നിലയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ ഉത്സവം സമാരംഭിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥന നടത്തുന്നു. നമസ്കാരം. അത് തന്നെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നാളെ മുതൽ നമ്മുടെ ചടയമംഗലത്തിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ തന്നെ മാറുകയാണ്. ഒരു ഉത്സവ ആഘോഷത്തിന്റെ ഒരു ആഘോഷം തന്നെയായിരിക്കും. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് ചടയമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്, എല്ലാവർക്കും നടക്കാറുള്ളത്. ഈ നാട്ടിലെ ഏറെക്കുറെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ഇത്രയും വലിയൊരു ഉത്സവം നടക്കുന്ന ഒരു വലിയ പ്രദേശമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഉള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതാണ്. എന്നിരുന്നാലും ഇവിടെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭരണസമിതിയുടെ പ്രസിഡന്റും ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. എങ്കിലും നാളെ മുതൽ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി നമ്മുടെ ഉത്സവ പരിപാടികൾ തുടങ്ങുകയാണ്. 7-ാം തീയതി മുതൽ അന്നദാനം ആരംഭിക്കുന്നതാണ്. വളരെ വിശാലമായ രീതിയിലാണ് ഉത്സവ കമ്മിറ്റി എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ആഗമിക്കുകയാണ്. എല്ലാവരും കൃത്യമായി എത്തിച്ചേരുകയും ഞങ്ങളുടെ ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളണമെന്നും ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകണമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്.